അപ്പോൾ ഗൈസ് കേസ് എന്താണെന്നും ഈ പ്രശ്നം എന്താണെന്നും കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് തന്നെ ഉണ്ട്. ഇൻബോക്സിലാണെങ്കിലും കോളാണെങ്കിലും കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തത്. ഇന്നലെ പ്രശ്നം എന്തായി, സ്റ്റേഷൻ പോയിട്ട് എന്തായി, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിനി. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ വലിയ വീഡിയോ ഇടാൻ വയ്ക്കൂല, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണേ. സംഭവം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ പോകണ മാതിരി റോട്ടിൽ കൂടി വീഡിയോ എടുക്കാൻ പോകുകയിനി. ഇപ്പോൾ കുറച്ച് അധികം ചെക്കന്മാരത്ത് ചോദിക്കുകയിനി. അപ്പോൾ നമ്മളെ കാണുമ്പോൾ കുറച്ച് കുട്ടികൾ വരുമല്ലോ, ഇഷ്ടപ്പെടുന്ന കുട്ടികളും കുറച്ച് ഉണ്ടായിന് അവിടെ. അപ്പോൾ ഓലെല്ലാവരും വന്നപ്പോൾ ഓലപ്പോൾ വീഡിയോ എടുക്കുകയിന്. അപ്പോൾ കുറച്ച് ക്രൗഡ് കൂടിയപ്പോൾ ഈ ന്യൂസിലത്തെ ആളായി കൂടി പോകുന്നുണ്ടായിനി. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം, അങ്ങനെ വേറെ അവിടെ എന്താ നടക്കണ ഒരു ചെക്കൻ്റെ ചോദിച്ചിരിക്കണേ. ഓൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റാ റീൽ എടുക്കുകയാണ്. ഓൻ പറഞ്ഞതാണ് മോനെ എത്ര കായത്. ഓൻ പറഞ്ഞത് മൂപ്പരിഞ്ഞ് വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ അമ്മ നിൽക്കുന്ന ഒരു ചെക്കൻ പറഞ്ഞു എന്നെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്താട്ടി, ഞാനും വീഡിയോ എടുത്തു. വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് മേലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കി. എൻ്റെ വൈത്താലം വന്നു മൂപ്പര്. വൈത്താലം വന്നപ്പോൾ ഞാൻ എന്താട്ടി, ക്യാമറ തിരിച്ചിട്ട് മൂപ്പരത്തേക്ക് പോയിട്ട് എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു. അതിൽ ഈ എന്തിനാ റോഡിൽ കൂടി വീഡിയോ എടുക്കണേ, എനിക്ക് ആരെ പെർമിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ അതിൽ പെർമിഷൻ വേണമെന്ന് എനിക്കറിയില്ല വേണമെന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു മൂപ്പർക്ക് ന്യൂസിന് വേറെ ആരാ പെർമിഷൻ കൊടുത്തിക്കണേ, അതുകൊണ്ടാണ് മൂപ്പര് വീഡിയോ എടുക്കണേ, എനിക്കാരെ പെർമിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കവിടെ എന്ത് പറയേണ്ടറിഞ്ഞില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് മൂപ്പര് അവിടെ കുറേ പറഞ്ഞു. അപ്പോൾ പോലീസൊക്കെ വന്നു. പോലീസ് വന്നിട്ട് പോലീസും പറഞ്ഞു ഇനി വീഡിയോ എടുക്കരുത്, വീഡിയോ ഇടരുത്, ഇപ്പം അതിന് മൈൻ കൂട്ടിയിട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ടീമുകളുണ്ടായിന്, പക്ഷേ ഒക്കെ കാലുവാരി, ആരും ഉണ്ടായില്ല. ലാസ്റ്റ് നമ്മളെ ബാക്കിൽ ഒരു നല്ലൊരു ടീം ഉണ്ടായിനി സപ്പോർട്ട് ചെയ്യാൻ. മൂപ്പര് എത്ര ടാങ്ക്സ് വരേണ്ട അറിയില്ല, 9 സീനേനി. മൂപ്പര് ഒരു അഡ്വക്കേറ്റിനെ പറഞ്ഞയച്ചു. എന്നിട്ട് രാവിലെ സ്റ്റേഷൻ പോയി വർത്താനം പറഞ്ഞപ്പോൾ ബ്രോ ആ വീഡിയോ ഇട്ടതാണ് പേച്ചത്. അതുപോലെ വീഡിയോ എനിക്കെന്താ ചെയ്യേണ്ടി അറിയില്ല. പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മൂപ്പരിന് വീഡിയോ എടുത്ത് എങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാനും ഇതിന് വീഡിയോ ഇട്ടിയിൽ ആകെ നെഗ് എറിയണം മൂപ്പര് എങ്ങനെയും ഞാൻ ലോക്കാക്കണം പറഞ്ഞിരിക്കുന്നു സ്റ്റേഷനിൽ. എന്നിട്ട് പോലീസ് പറഞ്ഞു കുറച്ച് നേരം അവിടെ 1 മണിക്കൂറോളം നിന്നിട്ട് പറഞ്ഞു വൈകുന്നേരം വാ, അപ്പോഴത്തേന് ഓപ്പോസിറ്റ് ടീമും വരും, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന്. പിന്നെ ഓലും അഡ്വക്കേറ്റും കുറച്ച് ടീമുകളൊക്കെ വന്നിനി. എങ്ങനെയൊക്കെ ലോക്കാക്കിയിട്ടുണ്ടാവും പടച്ചോനെ. ഞാൻ കുറേ നേരമായി, രാത്രിയായി വരാൻ. എന്നിട്ട് അഡ്വക്കേറ്റും ഓലും പറഞ്ഞ് പിന്നെ ലാസ്റ്റ് പോസ്കോ കേസ് ഇങ്ങനെ ചോദിച്ചിനീനൊക്കെ റോട്ടിൽ കൂടി ചോദിക്കണമെന്നതിനൊക്കെ പോസ്കോ കേസ് വരും മോനെ. പോസ്കോ കേസിൽ തള്ളാൻ നിൽക്കുന്നത് ഞാനാകെ വിറച്ച്. ഇനി പേർക്ക് സ്റ്റേഷൻ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ആകെ പെട്ടു വിചാരിച്ചു. കേസൊക്കെ ആയാ മോനെ. പോരാത്തതിൽ ഓല് പറഞ്ഞു പഠിക്കറ പയ്യെന്താണ് വിട്ടുക, അങ്ങനെയൊക്കെ ഓലൊക്കെ പറഞ്ഞു. മൂപ്പർക്ക് നല്ല നെഗ് എറിയിക്കണേ. അതിൽ മൂപ്പർക്ക് വൻ വാശിയുണ്ട്. കുറേ സോറി ബ്രോ, റോഡ് കൂടി വീഡിയോ എടുത്തിന്, എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടി അറിയില്ല, വീഡിയോ ഒക്കെ വിട്ട് ഒഴിവാക്കാം, വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ വിചാരിച്ച്. പക്ഷെ എൻ്റെ പാഷൻ അറിയണത് വീഡിയോ എടുക്കുക, അതേ അറിയുള്ളൂ. വീഡിയോ എടുക്കുക, എങ്ങനെയൊക്കെ ഒന്ന് സെറ്റാവണം. ഈ ഇതിനുള്ളിൽ തന്നെ യൂട്യൂബിലും സബ്സ്ക്രൈബേഴ്സ് കയറ്റണം, ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കയറ്റണം. ഒരു ഗോൾ വെച്ച് പോവുകയാണ് ഈ മാസത്തിനുള്ളിൽ 100K അടിക്കണം, കുറേ വീഡിയോ എടുക്കണം എന്നൊക്കെ. ഒക്കെ പോയി. 50K അടിച്ചിൻ്റെ ഫസ്റ്റ് 50K അടിച്ച പിറ്റേ ദിവസം കേസ് 1 സീന്. ബ്രോ ഞാൻ കൊളർക്കാതെ അടി പോണേ. പിന്നെ എനിക്ക് അറിയുന്ന ടീമുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടത്ര ഓനക്ക് സപ്പോർട്ട് ചെയ്യണ്ട, ഓനങ്ങനെ വിട്ടളി, ഓനക്ക് ആരും സപ്പോർട്ട് ചെയ്യണ്ട പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന ആൾക്കാർ തന്നെ വെച്ചെന്നൊക്കെ നോക്കി. അല്ലെങ്കിൽ ആരും നമ്പാൻ പറ്റില്ല, പിന്നാലെ നോനെ കുത്തും. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ പോയാൽ മതി എന്ന് അയച്ച്. എന്നിട്ട് ലാസ്റ്റ് കുറേ കഴിഞ്ഞിട്ട് എന്തൊക്കെ കുറേ പേപ്പറിൽ എഴുതിപ്പിച്ച്. പിന്നെ ഉമ്മനെ കൊണ്ടുവന്നിച്ച്, ഉമ്മ സൈനിട്ട് അങ്ങനെ പോലത്തെ പ്രശ്നം സോൾവ് ചെയ്യുന്ന സോറി കഴിഞ്ഞ് പറഞ്ഞ് ഇനി റോട്ട് കൂടി നിന്ന് വീഡിയോ എടുക്കൂല. ഗൂഡല്ലൂർ മോനെ, തമിഴ്നാട്ടിലൊന്നും നടക്കൂല. ഇനി വീഡിയോ തന്നെ ഇടാൻ വയ്ക്കും അറിയില്ല. എനിക്ക് ഒക്കെ പോയി, ഇൻട്രസ്റ്റും ഒക്കെ ആകെ പോയി. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചു. എനിക്ക് ഓരോരോ ആൾക്ക് പറയാൻ വയ്യ, ഇങ്ങനെ പ്രശ്നം. ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ രാത്രി 1 മണിക്കാണ് കിടന്നത്, ചോറ് പോലും കഴിച്ചിട്ടില്ല. വിളിച്ച ആൾക്കാർ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ ഇനി വീഡിയോ ഇടണമെന്ന് പോലും എനിക്കറിയില്ല. കാരണം
റോട്ടിൽ കൂടി ഇടുന്ന എനിക്ക് അത്ര വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അതിന് ഒരു വീഡിയോ ഇതായിട്ട് ഇട്ടീനി. എനിക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇത് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിയണമില്ല, ഞാനാണ് ഒരു വീഡിയോ ഇട്ടീനി. പക്ഷേ ഇത് വലിയ പ്രശ്നമാണെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ പോയപ്പോൾ പറഞ്ഞില്ല വീഡിയോസൊക്കെ നിർത്തിക്കളാം, എന്നിട്ട് ന്യൂസിൻ്റെ മാതിരി ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, റോട്ടിൽ കൂടി ഇങ്ങനെ പ്രശ്നം നടന്നതും പിന്നെ ആനക്കേസ്, റോട്ടിൽ എന്തൊക്കെ പ്രശ്നമില്ലേ, നാട്ടിൽ എന്തൊക്കെ ഇതറിയേണ്ടി, അങ്ങനത്തെ വീഡിയോ ഇട്ടോ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് രാത്രി അവിടെ നിന്ന് പോകുന്നത് എങ്ങനെയൊക്കെ മൂപ്പര് ലോക്കാക്കാൻ വിചാരിച്ചിട്ടുണ്ട്, ലോക്കാക്കിയിട്ടുണ്ടാവും. ചോറ് കൊഴിച്ചിട്ട് പിന്നെ കുറച്ച് സപ്പോർട്ടിന് ആൾക്കാരും ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇതാക്കിയില്ലേ. സപ്പോർട്ടിന് മാത്രം ആളില്ലെങ്കിൽ മോനെ പോസ്കോഡ് തള്ളിയിട്ടുണ്ടാവും, വെച്ചെന്നിടേണ്ട ആവശ്യം വന്ന്. എന്ത് ചെയ്യേണ്ടി വരില്ല, മൈക്കൊക്കെ കണക്റ്റഡ് ആവുകട്ടെ പറയണ പിന്നെ ഫസ്റ്റ് പറയേണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് രാത്രിയായി പോകുന്നത്. പേരിലും അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് വീഡിയോ നിർത്തണ്ട, വീഡിയോ ഇടുന്ന വലിയ സീനൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞ 50K ഫോളോവേഴ്സ് ഉണ്ട്, ഒരുത്തനെ വരാൻ പറയുന്നത്. ഇത് ചെയ്യേണ്ടി അറിയണില്ല, ഒക്കെ പോയി. സാർ സോറി, ഒരിതിലും ഇല്ല, നമ്മൾ വീഡിയോ തന്നെ ഇടുന്നില്ല. പിന്നിപ്പോൾ അന്ന് രാവിലെ കോളേജിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു കോളേജിലേക്ക് ഉമ്മാനെയും കൂട്ടിയിട്ട് വാ, എനിക്ക് വർത്തമാനം പറയണം, എന്തോ ഇതാക്കണം, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് വിളിച്ചു. പക്ഷേ കുറേ ആൾക്കാർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു കേരളത്തിലേക്ക് വാ, ഞാനൊക്കെ വീഡിയോ എടുത്തുതരാം, ഇവിടെ ആ സീനൊന്നുമില്ല, നമുക്ക് വീഡിയോ ചെയ്യാം, ഇത് നിർത്തലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ കുറേ ടീമുകൾ, കുറേ താത്താരും കുറേ ചെക്കന്മാരും പിന്നെ വലിയ ആൾക്കാരും കുറേ നല്ല സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഇത് വലിയ ഇഷ്യൂ ഒന്നുമില്ലാന്ന്. പക്ഷേ ഞാൻ കണ്ടത് അവിടെ വേറെ ഇനി ലോക്കാക്കിക്കുകയാണെങ്കിൽ പോസ്കോ കേസിൽ മിനിമം 5 കൊല്ലം. പിന്നെ എനിക്കറിയില്ലല്ലോ ഇതൊന്നും, ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചാലാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതേനി. എങ്ങനെയൊക്കെ ഒന്ന് ഫോളോവേഴ്സ് സെറ്റായി ഒന്ന് ലൈഫൊന്ന് മാറ്റണം, ഈ പിച്ചക്കാരുടെ ജീവിതം ഒന്ന് മാറ്റണം വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ എങ്ങനെ ആവുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് എതിർത്തക്കാല ഒരിതുണ്ട്, പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലത്തെ നടക്കൂല. പിന്നെ പോലീസുകാർ ഒരിക്കലും പറ്റൂല. നമുക്ക് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വേണം, ഇല്ലെങ്കിൽ നമ്മൾ റിച്ച് ആവണം. ഈ രണ്ടും ഇല്ലെങ്കിൽ പുതച്ചിടും നിലത്ത്. സാർ സോറി പറഞ്ഞു. സെന്തിൽ സാർ മൂപ്പരെ മീഡിയ പറഞ്ഞിട്ട് ഓല് വെച്ചെന്നിക്കണ ബ്രോ, ഓലത്തും പറഞ്ഞു സോറി, ഇനി ഉണ്ടാവില്ല, വീഡിയോ ഒന്നും ഇടൂല, പഠിച്ചാൽ മോട്ടായിരുന്നു. പഠിപ്പൊന്നും വരില്ല, എനിക്ക് വരുന്ന ഇതാണ് വീഡിയോസ്. 2 കൊല്ലം പണിയെടുത്തീനി. 1 കൊല്ലം ഫാൻസി പണിയെടുത്തു, ഇനി 1 കൊല്ലം ഹോട്ടൽ പണിയെടുത്തീനി. ഫാൻസിൽ വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിലൊക്കെ പോയി. ഹോട്ടലിൽ പാത്രമാക്കണ പണിയേനി. അതിലത്തെ ഓണർ വെച്ചെന്നു ചത്ത് പണിയെടുപ്പിച്ച നമുക്ക് നമ്മളല്ല, നമുക്ക് ലീവില്ല. ഓർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ലീവും ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ആകും വെറുത്തു. പിന്നെ വിചാരിച്ചു ജീവിതത്തിൽ ഇനി ഒരു പണി കൊടുക്കണ ആളാകുള്ളൂ, പണി എടുക്കണ ആളാവില്ല, അതൊന്നും നടക്കില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ടായാലും ഹേറ്റ് ചെയ്യാൻ പിന്നെ അറിയണ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ആരാന്ന് അറിയണില്ല. എൻ്റെ പിന്നാലെയും എൻ്റെ വൈത്താലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് ആരാ അറിയണില്ല. ഇന്നലെ കുറേ ആൾക്കാർക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട, അങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നതെന്ന്. പക്ഷേ കുറേ താത്താർ വിളിച്ചിട്ട് പറയാം ഈ ഇടുന്ന വീഡിയോ ഞങ്ങൾക്ക് ഇന്നവരെക്കും തോന്നിയിട്ടില്ല അവർ തെറ്റായിട്ടുണ്ടെന്ന്. കാരണം എല്ലായിടത്തും ഞാൻ ഇപ്പോൾ ഇടുന്ന ഒരു വീഡിയോ അറിയുമ്പോൾ ഒരാൾ ചെയ്തൊരു വീഡിയോ കയറി ഞാൻ ഇന്ത്യയിൽ ഇടുക, പിന്നെ ഞാൻ തിങ്ക് ഇടണം, അങ്ങനെ വലിയ രീതിക്കൊന്നും വരില്ല. മാക്സിമം കുറച്ച് ആൾക്കാർ ഇട്ട വീഡിയോ കയറി ഞാൻ നോക്കിയിടുക. അപ്പോൾ നമുക്ക് സീനല്ലല്ലോ, ഓലിട്ടിട്ട് നമ്മൾ ഇട്ടു, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ സ്ഥലം ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ പറഞ്ഞാൽ ബാംഗ്ലൂർ കേരള വിഷയമല്ല, തമിഴ്നാട് എന്താ അറിയില്ല, കൂടല്ലൂർ അവിടെ ഒന്നും നടക്കില്ല, അവിടെ ഇങ്ങനത്തെ പരിപാടി നടക്കില്ല. പിന്നെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് A for ആപ്പിൾ, B for ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, എഡ്യൂക്കേഷൻ നടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടൻ്റാണ് മാറുന്നതല്ലാതെ ആൾക്കാർ മാറണില്ല. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുക വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അത് വിഷയമല്ല.
എൻ്റർടൈൻമെൻറ്റും കോമഡി ആയിട്ട് പോകുമ്പോൾ വിഷയമാണ്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം ഗൂഡല്ലൂരിൽ തന്നെ കുറേ സ്കൂളിൽ പെർമിഷൻ കൊടുക്കേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഇടാം. മനസ്സിലായോ? അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വിഷയമല്ല. നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്കൂളിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് ചോദിച്ചിട്ട് ഓൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ചെക്കന്മാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഓലെ വീഡിയോ എടുത്തിട്ടാൽ അത് സീനാണ്. എനിക്ക് പിന്നെ വേറെ ഒന്നും അറിയണില്ല. ഞാൻ പരിപാടി നിർത്തി മാക്സിമം. പക്ഷേ ഡ്രീം ബിഗ് ആയിനി ഒക്കെ പോയോണ്ട് ആകെ മൂടേ പോയി. കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ന് രാവിലെ കുറേ വിളിച്ചിരിക്കണ്. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു നാളെ അമ്മാനെയും കൂട്ടിയിട്ട് വാ പറഞ്ഞു. അപ്പോൾ ഇച്ച് ഓരോരോ ആൾക്ക് ഇച്ച് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ വയ്ക്കണില്ല. പിന്നെ നമ്മൾ കളിക്കുക, അത് നമ്മളിത് കായ് വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം. അല്ലാതെ ഒരാളത്തേക്കും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതിനുള്ളൊരു ഇതുണ്ട്. പക്ഷേ നമുക്ക് റിച്ച് ആവണമെന്ന്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പുതച്ചിടും മണ്ണിൽ. പറഞ്ഞു സോറി സാർ ഇനി ഉണ്ടാവില്ല എന്ന്. എന്നാലും മാത്രം സപ്പോർട്ടിന് ആളില്ലെങ്കിൽ കേസായിട്ടുണ്ടാവും. സെന്തിൽ സാർ മൂപ്പർക്ക് നെഗടിച്ചിക്കണേ. മിഞ്ഞാന്നിട്ട് വീഡിയോ എല്ലാം നെഗടിച്ചിക്കണേ. പോലീസ് കേസ്, പോലീസുകാരതൊക്കെ കളിക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ കളിക്കണം. പിന്നെ പോലീസുകാരെ വീഡിയോ ഇടുമ്പോൾ അതുപോലേക്ക് നല്ല കൊള്ളും. മേലെ നിന്നൊക്കെ വിളിച്ച് ചീത്തേക്കും. ചീത്ത കേട്ടാ മുത്തേ പിന്നെ നമുക്കേക്കാരം അതിൻ്റെ ഇതൊക്കെ. ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ പറയണേ, ഇത് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അതിന് മാത്രം എന്താ ചെയ്തതെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ തിരിച്ച് വീഡിയോ ഇട്ടു. സോറി സെന്തിൽ സാർ ഈ വീഡിയോ കാരണം ഒരു പറഞ്ഞു കേസാക്കാതെ വിട്ടിക്കാണ്. കേസ് ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന മാതിരിയല്ല. ഇതിൻ്റെ വലിയ പ്രശ്നമാണിത്. വലിയ പ്രശ്നം പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമാക്കി. പക്ഷേ എനിക്കിത് വലിയ പ്രശ്നമാണോ എനിക്ക് തോന്നുന്നില്ല. ഒരു അമ്മാതിരി പ്രശ്നമാക്കിയിട്ട് ഇച്ചി ഒരു വീഡിയോ ഇടണം സോറി അറിയണവര്, എന്നിട്ട് ഇതാക്കണം പറഞ്ഞു. പിന്നെ ഇച്ചി വേറെ ഓപ്ഷനല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ വലിയ റിച്ചൊന്നുമില്ല, അപ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പോൾ നമ്മൾ സോറി പറഞ്ഞേ ആവണം. ചില സ്ഥലത്തൊക്കെ താന്ന് കൊടുക്കേണ്ടടുത്ത് താന്നേ കൊടുക്കണം. റിച്ചോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ താന്നൊന്നും കൊടുക്കണം. നമ്മളെ ഇഷ്ടത്തിന് ജീവിച്ചാൽ. അങ്ങനെ അല്ലെങ്കിൽ മോനെ പറയില്ലേ, എൻ്റെ ഡ്രീം പറയുമ്പോൾ നല്ലൊരു യൂട്യൂബർ ആവണം, കുറേ സബ്സ്ക്രൈബേഴ്സും നല്ലൊരു സെറ്റിലാവണം എന്നൊക്കെ വരും പ്ലാന്. തുടങ്ങിയിട്ട് 1 കൊല്ലമായി. യൂട്യൂബിൽ വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും കയറിയിട്ടില്ല. 1000 ചില്ലറ എത്ര കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇൻസ്റ്റയ്ക്ക് ഫോക്കസ് എടുത്തു. ഇൻസ്റ്റയിൽ 50,000 ആയ പിറ്റേ ദിവസം ആരോ വെച്ച് വന്നു. അറിഞ്ഞ ആൾ ചെയ്ത പണിയാണത്, അല്ലാതെ ഇങ്ങനെ വരില്ല. എത്രങ്ങാനും ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, നമുക്ക് മാത്രം ഇപ്പം ഇങ്ങനെ വന്നില്ലേ കേസൊക്കെ. ഭാഗ്യം FIR പോകാത്ത സാർ, താങ്ക് യു. ഇനി സാറിനടുത്തൊന്നും എതിർത്തിച്ച് പറയാൻ വയ്യ മോനെ. കാരണം പറഞ്ഞില്ലേ സീനാണ്. വീഡിയോ ഒന്നും ഇടുമെന്ന് എനിക്കറിയില്ല. ഇനി വീഡിയോ ഇടുമെന്നും എനിക്കറിയില്ല. ഇനി എന്താവുമെന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ നാളെ പ്രിൻസിപ്പളത്ത് പോകണം കോളേജിന് ആകെ 6 മാസമുള്ളൂ. 3rd ഇയർ ലാസ്റ്റ് 6 മാസമുള്ളൂ. അവൻ പോയി ഈ പ്രശ്നത്തിൽ. സീനാണ്. പക്ഷേ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഇത് സീനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗൂഡല്ലൂർ സംബന്ധിച്ചിട്ട് സീനാണ്. ഇല്ലെങ്കിൽ ഇത് പൈസക്കാരനാവണം, എനിക്കൊരു സീനും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം, ഒരു സീനും ഉണ്ടാവില്ല. പിച്ചക്കാരനായിട്ടൊക്കെ ജനിച്ച മോനെ അരിയും. ഇത്രയുള്ളൂ പറയാൻ. നല്ലൊരു ഡ്രീം ഉണ്ടായിന്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ പ്ലാൻ വെച്ചിട്ടാ 2026 പോകണതിനുള്ളിൽ ഇനിയിപ്പോൾ 2 മാസമുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ നിരത്തിയിടുക, എങ്ങനെയും ഒരു 100K ഫോളോവേഴ്സ് അടുപ്പിക്കുക. പിന്നെ അടുത്ത കണ്ടൻറ്റ് ഇങ്ങനെ ഇതന്നെ കുറച്ച് ചെയ്യുക. അപ്പോൾ കോളേജ് കഴിയുമല്ലോ, പിന്നെ നമുക്ക് ഇഷ്ടമാതിരി പുറത്തൊക്കെ ഇറങ്ങി ചെയ്യാമല്ലോ. അങ്ങനെയും പിന്നെ പെര വിട്ട് പോകുമ്പോൾ ഒറ്റക്കാണ്. പിന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം, പെരീക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പുറത്ത് പണിയെടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ചു. കുറേ പ്ലാൻ ഉണ്ടായിനി. പ്ലാന് പറയാൻ പറ്റില്ല, നമുക്കുള്ള പ്ലാനൊന്നും പുറത്ത് അങ്ങനെ ഇതിൻ്റെ ഇതിലിങ്ങനെ ഇനി. പക്ഷെ ഒക്കെ പോയി. 1 കൊല്ലം പണിയെടുത്തത് 1 മിനിറ്റായിട്ട് പോയി, 1 ദിവസത്തേറ്റ് പോയി, ഒക്കെ പോയി, ഇടിഞ്ഞു പോയി. ഇത്രയുള്ള വയസ്സ് എനിക്കറിയാമല്ല കാരണം ഉണ്ടാവും തോന്നുന്നുണ്ട്. എനിക്കിനി ഓവർ എമോഷണലാവും, നടക്കില്ല.
എടാ ആ ഒരു ഗത്തും കാര്യമൊക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. പവർ വേണം, പൈസ വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം. ഈ രണ്ടടിച്ച് മനസ്സിലായത് എൻ്റെ 20ാമത്തെ വയസ്സിൽ. നമ്മളെ കയ്യിൽ കായില്ലെങ്കിൽ അരിയും ആരത്ത് ചലിച്ചാലും നോക്കി കണ്ടൊക്കെ കളിക്കണം. ഇല്ലെങ്കിൽ പൈസ വേണം, റിച്ച് ആവണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈ ലോകത്തൊന്നും നടക്കില്ല എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് തോന്നിയത് ഇന്നലെ. FIR ഒക്കെ വെച്ചാൽ എന്തൊക്കെയാണെങ്കിൽ മോനെ കഴിഞ്ഞിനി. ഒരു ഫോക്കസേ പോസ്കോകൾ കേസിൽ തള്ളുന്നതിനി. ഞാൻ കുറേ ആൾക്കാരത്ത് ഇങ്ങനെ ടിക്ക് ടോക്ക്, പിന്നെ ചില കുട്ടികൾക്ക് ഭൂമി വട്ടാണെന്ന് ചോദിച്ചിക്കണി. പിന്നെന്താണ് കുറേ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിക്കണ്. അത് വേറൊരു ഇൻഫ്ലുവൻസർ ചെയ്തിക്കണ്, ഓനക്ക് റീച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തു. പക്ഷേ ചെയ്തതിനല്ല പ്രശ്നം, എവിടെ ചെയ്തതാണ് പ്രശ്നം. കേരളത്തോ ബാംഗ്ലൂരിലോ പുറത്തോ എവിടെ ചെയ്തിരിക്കണ വിഷയമല്ല. ഗൂഡല്ലൂർ, തമിഴ്നാട്, ദ നീലഗിരീസ് ചെയ്ത അരിയും. ഇല്ലെങ്കിൽ കായ് വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം, നമുക്ക് നീച്ചിക്കാം. എന്താ പ്രശ്നം? ഒരു സീനുമില്ല, അത് തീർക്കാം, 5 മിനിറ്റിൽ തീർക്കാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല, പിച്ചക്കാരാണ്. അപ്പോൾ ഒന്നും നടക്കൂല മോനെ. ഇത്രയുള്ള വീഡിയോ. ഞാനും ഒന്നും ചോദിക്കല്, ഫോൺ വിളിക്കല്, കുറേ ഫോണായിട്ട് വരുന്നു. എനിക്ക് എല്ലായിടത്തും പറയാൻ വയ്യ, ഇത്രയുള്ളൂ പറയാൻ. പിന്നെ നല്ല സോറ് ചോദിച്ചിന്. കുറേ ആൾക്കാർ കളിയാക്കി. കമൻറ്റിൽ ഇങ്ങനെ ചെറിയ കളിയാക്കിനെ അറിയുമ്പോൾ കമൻറ്റിൽ കുറച്ച് ചെറിച്ചിനി. നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇന്നേവരെക്കും കമൻറ്റ് അധികം വായിച്ചില്ല. പക്ഷെ ഇന്നലത്തെ വീഡിയോ ഒക്കെ ഞാൻ കുത്തർന്ന് വായിച്ചിനി. കുറേ ആൾക്കാർ ചിരിച്ചിക്കണേ. കണ്ടറിയുമ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ. കൊണ്ടറിയുമ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ആണ് പോലത്തെ പറയാനുള്ളത്. നെഗറ്റീവ് അടിക്കണ പോലത്തെ. പിന്നെ പോസിറ്റീവ് പറയുമ്പോൾ കണ്ടമാതിരി സപ്പോർട്ടായ ആൾക്കാരുണ്ടായിനി. പക്ഷെ പോലും ഉണ്ടായിട്ട് വെച്ച് കാര്യമില്ല, അതെന്നല്ല മനസ്സിലായി. കുറേ ആൾക്കാർ പോലീസ് സ്റ്റേഷൻ വരാറിനി. ഇപ്പം മറ്റേ എന്താണ് മൂപ്പര് പേര്, വക്കീലിനെ കൊണ്ടുപോയിട്ടേ അവിടെ അങ്ങനെ നടന്നു. എന്നിട്ട് നിങ്ങളൊക്കെ വന്നിക്കുകയാണെങ്കിൽ തിന്നിട്ടുണ്ടാവും അവിടെ തന്നെ. ചെക്കന്മാരാണെങ്കിലും കാക്കമാരാണെങ്കിലും പറഞ്ഞിന് വരാന്ന്. നിങ്ങൾ വന്നിക്കുകയാണെങ്കിലും സീനാണ് അവിടെ. ഈ വീഡിയോ കാണുന്ന മാതിരി അല്ല അവിടെ. അത് പോലീസ് സ്റ്റേഷൻ, അത് വേറെ ലോകമാണ്. ഒന്നും നടക്കൂല. കായ് വേണം, ബാക്ക്ഗ്രൗണ്ട് വേണം, പൈസ വേണം. പ്രശ്നമൊക്കെ സോൾവായി. ഇനി ഈ വീഡിയോ കണ്ടിട്ട് സാറാണെങ്കിലും സെന്തിൽ സാറാണെങ്കിലും ആരാണെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യണ്ട, അത്ര വിളിച്ച് പറയാൻ. പ്രശ്നം കഴിഞ്ഞിരിക്കണേ. ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ല. റോട്ടിൽ കൂടെ ഇറങ്ങി ചോദ്യം ചോദിച്ചാലും ഞാൻ അല്ല പറഞ്ഞിരിക്കണേ. അത്രയുള്ളൂ. കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു ചോദ്യം നിർത്തണ്ട, വീഡിയോ നിർത്തണ്ടെന്ന്. എനിക്കറിയില്ല വീഡിയോ എന്താവുന്നത്. ഒക്കെ തീരുമാനമായി എന്നൊക്കെ തോന്നുന്നത്. നമുക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകാനൊക്കെ കുറേ ടീമുകളൊക്കെ പറഞ്ഞു. സ്വപ്നത്തിന് പിന്നാലൊക്കെ പോകുമ്പോഴേ നടക്കൂലടാ. നമ്മൾ അടിക്കാനും അടിച്ച് താത്താനും കുറേ ആൾക്കാരുണ്ട്. ഫാസ്റ്റ് ഗ്രോത്തിങ് ഇനി ആർക്കും പറ്റിയിട്ടില്ല. ആണ് മെയിൻ റീസൺ. കുറേ എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ വളരുന്ന ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ആണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ടീം ഉണ്ടായിനി. ഓൽ തന്നെ പറഞ്ഞിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ടാകും. അതൊക്കെ കേട്ടപ്പോൾ എന്തൊക്കെയാ അയച്ച്. ഇത്രേ ഉള്ളൂ. പ്രശ്നം സോൾവ് ആയിക്കണേ. ഈ പ്രശ്നത്തിനെ കുറിച്ച് ആരും ഇതാക്കണ്ട. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അത്രേ ഉള്ളൂ. ശരി എന്നാൽ.